നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കൊച്ചി ഹണി ട്രാപ്പ് കേസിൽ വമ്പൻ ട്വിസ്റ്റ്. ദിയ കൃഷ്ണയുടെ കടയിൽ തട്ടിപ്പ് നടത്തിയ യുവതികൾ പോലീസിനോട് എല്ലാം വെട്ടിത്തുറന്ന് സമ്മതിച്ചു. കോടികൾ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി കോഴിക്കോട് സ്വദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായി. ചേർത്തല കൂട്ടക്കൊലക്കേസിൽ ഇതുവരെ ഒരു തുമ്പും ലഭിക്കാതെ അന്വേഷണ സംഘം. കൊച്ചി ഹണി ട്രാപ്പ് കേസിൽ വമ്പൻ ട്വിസ്റ്റ്. പ്രതിചേർക്കപ്പെട്ട യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ IT വ്യവസായിക്കെതിരെ പോലീസ് കേസെടുത്തു. അയാളുടെ തട്ടിപ്പാണ് ഹണി ട്രാപ്പ് കേസെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കൊച്ചി ഹണി ട്രാപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതിയായ യുവതി നൽകിയ പരാതിയിൽ കൊച്ചി ലിറ്റ്മസ് 7 IT സ്ഥാപനത്തിന്റെ സിഇഒക്കെതിരെ പോലീസ് കേസെടുത്തു. വ്യവസായി വേണു ഗോപാലകൃഷ്ണനെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ മുതലായ വകുപ്പുകൾ പോലീസ് ചുമത്തി. ഗോപാലകൃഷ്ണന് പുറമെ സ്ഥാപനത്തിലെ മറ്റു 3 പേരും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ പരാതി. യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന ഗോപാലകൃഷ്ണന്റെ പരാതിയിൽ ആദ്യം യുവതിക്കും ഭർത്താവിനുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് നടന്ന വിശദ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമാണ് യുവതി ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. ജോലിസ്ഥലത്ത് നേരിട്ട ലൈംഗിക പീഡനത്തെക്കുറിച്ച് ICCയിൽ പരാതി നൽകുമെന്ന് ഗോപാലകൃഷ്ണനെ യുവതി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് താൻ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതെന്നാണ് യുവതി അവകാശപ്പെടുന്നത്. പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് തനിക്കെതിരായ പ്രതികാര നടപടിയാണ് ഹണി ട്രാപ്പ് കേസെന്നും യുവതി വ്യക്തമാക്കി. ഹണി ട്രാപ്പ് കേസിൽ യുവതിക്കും ഭർത്താവിനും എറണാകുളം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡില്ലാതെ ജാമ്യം അനുവദിച്ചിരുന്നു. ലിറ്റ്മസ് 7 IT സ്ഥാപനത്തിലെ ഗോപാലകൃഷ്ണനും മറ്റ് 3 പേർക്കുമെതിരായ കേസിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ദിയ കൃഷ്ണയുടെ കടയിൽ തട്ടിപ്പ് നടത്തിയ യുവതികൾ പോലീസിനോട് എല്ലാം വെട്ടിത്തുറന്ന് സമ്മതിച്ചു. തട്ടിയെടുത്ത പണം കൊണ്ട് സ്കൂട്ടറും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിയെന്ന് യുവതികൾ വെളിപ്പെടുത്തി. നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയുമായ ദിയ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനത്തിൽ നിന്നും QR കോഡ് വഴി പണം തട്ടിയ കേസിൽ തട്ടിപ്പ് തുറന്ന് സമ്മതിച്ച മുൻ ജീവനക്കാരികൾ കടയിൽ തെളിവെടുപ്പ് നടത്തവെയാണ് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ദിവ്യ, രാധാകുമാരി എന്നീ 3 പേരാണ് തട്ടിപ്പിൽ പ്രതികളായുള്ളത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു ദിവസം 2 ലക്ഷം രൂപ വരെ പണം എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ദിയ കൃഷ്ണ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ദിയയുടെ QR കോഡ് മാറ്റി കടയിൽ തങ്ങളുടെ QR കോഡ് വച്ചതെന്നാണ് യുവതികൾ നേരത്തെ പറഞ്ഞിരുന്നത്. നികുതി വെട്ടിപ്പിന് വേണ്ടിയാണ് ദിയ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയതെന്നും പിന്നീട് ATMൽ നിന്ന് ദിയ പണം എടുത്തിരുന്നുവെന്നും പ്രതികൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അത് കള്ളമായിരുന്നുവെന്ന് യുവതികൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. 3 പ്രതികളും ദിവസവും വാങ്ങുന്ന പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നത്. കടയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ എങ്ങനെയാണ് തങ്ങൾ പണം തട്ടിയതെന്ന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പ്രതികൾ കാണിച്ചു കൊടുത്തു. തട്ടിപ്പ് പണം ഉപയോഗിച്ച് യുവതികൾ സ്വർണം, സ്കൂട്ടർ എന്നിവ വാങ്ങി. സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. സ്വർണം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വച്ചിരിക്കുകയാണെന്ന് പ്രതികൾ സമ്മതിച്ചു. ഇത് കണ്ടുകെട്ടാൻ നീക്കം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് DYSP സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കോടികൾ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി കോഴിക്കോട് സ്വദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായി. ഇയാളിൽ നിന്നും 13 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. DRIയും സിറ്റി പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 13 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി കോഴിക്കോട് സ്വദേശിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടികൂടി. കോഴിക്കോട് സ്വദേശി സുധീഷ് ടെൻസനാണ് പിടിയിലായത്. DRIയും തിരുവനന്തപുരം സിറ്റി പോലീസിലെ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കഞ്ചാവ് കടത്തിനെ പറ്റി DRIക്ക് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. സുധീഷ് ടെൻസന്റെ ബാഗിൽ നിന്ന് 13 കിലോ തൂക്കമുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തായ്ലാന്റിൽ നിന്നായിരുന്നു ഇയാൾ കഞ്ചാവ് വാങ്ങിയത്. തുടർന്ന് ബാങ്കോക്ക് വഴി ദുബായിലേക്കും അവിടെ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തും എത്തുകയായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് ടീമും വിമാനത്താവളത്തിലെത്തിയിരുന്നു. വിമാനമിറങ്ങിയ സുധീഷിനെ വിമാനത്താവളത്തിലുണ്ടായിരുന്ന DRI ടീം പിടികൂടുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിസ്മയ ന്യൂസ് തിരുവനന്തപുരം. ചേർത്തല കൂട്ടക്കൊലക്കേസിൽ ഇതുവരെ ഒരു തുമ്പും ലഭിക്കാതെ അന്വേഷണ സംഘം. കിട്ടിയ അസ്ഥികൂടങ്ങളും അതുപോലെ തന്നെ ലേഡീസ് ബാഗും തുണികളും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സെബാസ്റ്റ്യൻ ഇതുവരെ യാതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ ചങ്ങംതറ വീട്ടിൽ തെരച്ചിൽ നടത്തിയത് കനത്ത പോലീസ് കാവലിലായിരുന്നു. 2 ദിവസങ്ങളിലായി പൂർണ്ണമായും വീടും പരിസരവും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. തിങ്കളാഴ്ച ചേർത്തല ASP ഹരീഷ് ജെയിന്റെ നേതൃത്വത്തിൽ ചേർത്തല, ആർത്തുങ്കൽ, കുത്തിയതോട് പോലീസിന്റെയും ആലപ്പുഴ എയർ ക്യാമ്പിൽ നിന്നുള്ള സായുധ സേനയുടെയും കാവലിലായിരുന്നു വീട്. ഉച്ചയ്ക്ക് 12:40 ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി വീട്ടിലെത്തിയത്. തുടർന്ന് 1 വീട്ടുവളപ്പിൽ പല
പലയിടത്തും മണ്ണുമാന്തി യന്ത്രമുപയോഗിച്ചും കാടുവെട്ടിയും തെരച്ചിൽ നടത്തി. ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ചാനലിന്റെ ഡ്രോൺ പോലീസ് പിടിച്ചെടുത്തു. വീട്ടിലേക്കും പരിസരങ്ങളിലേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞായിരുന്നു പരിശോധന. വീട്ടുവളപ്പിലും കുളങ്ങളിലും കക്കൂസ് മാലിന്യ ടാങ്കിലും കിണറ്റിലും പരിശോധിച്ചു. വൈകിട്ടോടെ വീട്ടിൽ പ്രത്യേക പണിക്കാരെ എത്തിച്ച് മാർബിൾ നീക്കി തറപൊളിച്ചും ഓടിളക്കി മച്ചിനുള്ളിലും തെരച്ചിൽ നടത്തി. എന്നാൽ അതേസമയം സെബാസ്റ്റ്യന്റെ വീട്ടിൽ തെരച്ചിൽ വിവരമറിഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. പോലീസ് നിയന്ത്രണത്തിനിടയിലും കാടും പടലും താണ്ടി വീടിന്റെ 4 ഭാഗത്തും കയറാവുന്ന ഇടങ്ങളിലെല്ലാം കയറിയായിരുന്നു തെരച്ചിൽ കാഴ്ച നാട്ടുകാർ കണ്ടത്. ഓരോ സമയത്തും പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നതിനാൽ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു നാട്ടുകാർ. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ഉറപ്പിലാണ് നാട്ടുകാരും. ഇവരുടെ ശരീരാവശിഷ്ടങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അത്രയും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ വീടെന്നുമാണ് അയൽവാസികൾ പറയുന്നത്. രാത്രി 7:30 തെരച്ചിൽ അവസാനിപ്പിക്കും വരെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. പോലീസിന്റെ സഹായത്തിനായി വീട്ടിലേക്കെത്തിയ ജനപ്രതിനിധികളോടക്കം കുശലം പറഞ്ഞ് കൂളായാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിനൊപ്പം നിന്നത്. ആളും ബഹളത്തിനിടയിലും വീടരിച്ചു പറക്കിയുള്ള തിരച്ചിലുകൾക്കിടയിലും ഇയാൾ ഒന്നും പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് സെബാസ്റ്റ്യനെ വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് വീടിനുള്ളിൽ തന്നെ ഇരുത്തി രാത്രിയോടെയാണ് ഇയാളെ കോട്ടയത്തേക്ക് കൊണ്ടുപോയത്. തിരച്ചിൽ നടക്കുമ്പോഴും വീട്ടിൽ 3 ക്രൈംബ്രാഞ്ച് സംഘങ്ങളും സെബാസ്റ്റ്യനും ചോദ്യം ചെയ്തുവെന്നാണ് വിവരം. കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, ആലപ്പുഴ SP A ഷൗക്കത്ത് എന്നിവർ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകി. ചോദ്യങ്ങൾക്ക് മുന്നിൽ സഹകരിക്കാതെയാണ് ഇയാൾ പെരുമാറുന്നത്. 3 സ്ത്രീകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നുവെങ്കിലും ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.